Hey cuties, I'm back with new movie review that is Ready. ഞാനിപ്പം ആക്ച്വലി ഞാൻ ഡ്രസ്സ് പോലും മാറാണ്ട് ഞാൻ വന്നത്. എനിക്ക് ഐ വോണ്ട് ടു ഗിവ് യു ദാറ്റ് ഫ്രഷ് റിവ്യൂ. ലൈക്ക് ഞാൻ കണ്ട് വന്ന് കുറച്ച് നേരം ആയതേ ഉള്ളൂ ആക്ച്വലി. ഞാൻ വിചാരിച്ചു അതിന്റെ ആ ഒരു സാധനം പോകുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് തന്നെ നിങ്ങളോട് ആ റിവ്യൂ പറഞ്ഞേക്കാം. എന്നാലും എനിക്കൊരു ആക്ച്വലി ഇത് ഞാൻ മൂവി റിവ്യൂ പറയാനായിട്ട് പറയുന്നില്ല. What I feel about a movie is something like it actually was beyond my expectations. കാരണം ബേസിൽ ടോവിനോന്റെ മൂവിയാ. അത്ര നമ്മൾ മറ്റേ മോഹൻലാൽ പടം അല്ലെങ്കിൽ ഇപ്പത്തെ യൂത്ത് സ്റ്റാർസിന്റെ പടത്തിന്റെ അത്രയൊന്നും നമ്മൾ ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്തൊന്നും വരില്ല. ബട്ട് എനിക്ക് എന്താ പറയാന്നറിയില്ല. ലൈക്ക് ലിറ്ററലി ഇറ്റ് വാസ് ബിയോണ്ട് മൈ എക്സ്പെക്ടേഷൻസ്. ലൈക്ക് എല്ലാവരും പറഞ്ഞ പോലെ ഞാനും വിചാരിച്ചു ഈ ബേസിൽ പ്രൊഡക്ഷൻസ് റൈറ്റ്, ബേസിൽ ജോസഫ് പ്രൊഡക്ഷന്റെ ഫസ്റ്റ് പടമാണല്ലോ. അപ്പോ ഞാനും എല്ലാവരും പറയുന്ന പോലെ വിചാരിച്ചു ലൈക്ക് ബേസില് ബേസിലും അതിരടി ടീമും എല്ലാവരും ഒരുമിച്ച് ഒരു ഓൾമോസ്റ്റ് 10 കൂടുതൽ ഇന്റർവ്യൂ എങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതില് ഫുൾ ഇവര് ഗോൺ എന്റർടൈനിങ് ചളി പറയലും ചിരിയും ഇതൊക്കെ ആകുമ്പം ആക്ച്വലി ഐ എൻജോയ്ഡ് ദോസ് ഇന്റർവ്യൂസ്. എല്ലാ ഇന്റർവ്യൂ ഒന്നും ഞാൻ കണ്ടില്ല, എന്തായാലും ഒരു 10 കുറഞ്ഞത് എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോ അപ്പൊ ഞാനും എല്ലാവരും പറയുന്ന പോലെ വിചാരിച്ചു ഇതെന്ത് കുറച്ച് ഓവർ അല്ലേ, ഇത്രയും ഇന്റർവ്യൂ കൊടുത്ത് കുറെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് ഉണ്ടാവുമായിരിക്കും ആ മൂവിയില്. നമ്മളെ എക്സ്പെക്ടേഷന്റെ അത്രയൊന്നും വരത്തില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താ കുറച്ച് റിവ്യൂസ്, മൂവി കണ്ടവരെ റിവ്യൂസ് കണ്ടിട്ട് പോവാ, ബുക്ക് ചെയ്യാവുന്ന. കാരണം അടുത്ത തന്നെ ദൃശ്യം 3 ഇറങ്ങാൻ പോകും. അപ്പൊ പിന്നെ എനിക്ക് എല്ലാം കൂടി ഇങ്ങനെ വിചാരിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, വെറുതെ ഫ്ലോപ്പായ പടത്തിന് പോണോ, ഒന്നും കൂടി ചിന്തിച്ചിട്ട് പോയാൽ പോരേന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ആൻഡ് സർപ്രൈസിംഗ്ലി May 13 6:30 ആ ഒരു ടൈം വൈകുന്നേരം മൂവി റിലീസായി. ഞാൻ ജസ്റ്റ് ഒന്നോ രണ്ടോ റിവ്യൂ, അതും തിയേറ്ററിന്റെ അടുത്തുനിന്നുള്ള ഒരു ക്ലിപ്പായിട്ട് മാത്രം കേട്ടു. അപ്പോ പുളി, തൂക്കി, മാസ്, ഇത് ഇങ്ങനത്തെ വാക്കുകളെല്ലാം കേട്ടപ്പോ ഞാൻ മതി, ഇനി നീ റിവ്യൂ നോക്കണ്ട, നമുക്ക് നീ പോ, ബുക്ക് ചെയ്യ്, ഇപ്പം തന്നെ ബുക്ക് ചെയ്യുന്ന ഞാൻ മനസ്സിൽ ഉറപ്പിച്ച്. ഇന്നലത്തേക്കുള്ള ഷോക്ക് ബുക്ക് ചെയ്യാൻ നോക്കുമ്പം വൈകുന്നേരത്തെ എല്ലാം ഹൗസ്ഫുൾ. സീരിയസ്ലി എനിക്ക് അന്നേരം മനസ്സിലായി എല്ലാരും ഇതുപോലെ റിവ്യൂക്ക് വേണ്ടി കാത്തിക്കുന്ന ഉണ്ടായിരുന്നത്. കാരണം ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴേക്ക് തന്നെ എല്ലാരും ബുക്ക് ചെയ്യുന്നു. സോ വൈകിക്കാലം തന്നെ ഇന്നലെ ഞാൻ ഇന്ന് രാവിലത്തേക്കുള്ള ഷോ ബുക്ക് ചെയ്തു. കാരണം രാവിലെ ആരും അങ്ങനെ പോലില്ല, അതിന് ഈവനിങ് ടൈമാണ് ഹൗസ്ഫുള്ള് ഫുള്ള്. അപ്പൊ ഞാൻ ബാൽക്കണി സീറ്റും വൈബായിട്ട് തന്നെ കാണുമെന്ന് ഉറപ്പിച്ചു പോയി. പക്ഷെ അന്നേരം ഞാൻ എന്റെ എക്സ്പെക്ടേഷൻസ് ലോ വെച്ചു. കാരണം ഓവറായി എക്സ്പെക്ട് ചെയ്താൽ നമുക്ക് ആ മൂവി എന്തോ ഡള്ള് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ ഇല്ല ഇല്ല അത്രക്കൊന്നും ഉണ്ടാവില്ല, ചിരിക്കാനുണ്ട് മാത്രം മനസ്സിലായി. ഞാനൊരു ഫുൾ കോമഡി പടം കാണാൻ പോകുന്ന ഒരു വൈബിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടെ പോയി ഫസ്റ്റ് എൻട്രി ചെയ്തു, എല്ലാം കാണുമ്പം തന്നെ ചിരിക്കാനേ ഇല്ലു. ആക്ച്വലി ചിരിക്കാനുണ്ട്, പക്ഷെ ഇതിൽ എന്താ പറയാന്ന് വെച്ചാൽ ഐ എം ഔട്ട് ഓഫ് വേർഡ്സ് ആക്ച്വലി. എനിക്ക് സ്പോയിലേഴ്സും തരാണ്ടിരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സോ ഇതിൽ കുറെ സർപ്രൈസ് എലിമെന്റ്സ് ഉണ്ട് ആക്ച്വലി. അത് ഇങ്ങനെ പറയുക, പഴയ കോളേജ് ക്യാമ്പസ് മൂവീസ് ദാറ്റ് ടച്ച്ഡ് ഹാർട്ട്, അങ്ങനത്തെ ടൈപ്പ് മൂവീസ് എവിടെയൊക്കെ തൊട്ട് തൊട്ട് പോയിട്ടുണ്ട്. അതിന്റെ ആ ഒരു ഫീൽ, ഐ മീൻ അത് കോപ്പി അടിച്ചെന്നല്ല ഞാൻ പറഞ്ഞു, അതിന്റെ ആ ഫീല് തൊട്ട് തൊട്ട് പോയിട്ടുണ്ട്. അത്രക്കും ആ നൊസ്റ്റാൾജിക് ഫീൽസ് നമുക്ക് വരും. ആ പണ്ടത്തെ കോളേജ് ക്യാമ്പസ് മൂവീസ് നമ്മളെ ഓർമ്മയിൽ വരും. ആ നൊസ്റ്റാൾജിക് എലിമെന്റ്സ് ഉണ്ട്. അങ്ങനെ കുറെ കാര്യം ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് വിനീതേട്ടന്റെയും പിന്നെ ഷാനിക്കേന്റെ ക്യാരക്ടർ എക്സ്പോസ് ചെയ്യായിരുന്നത്. മീൻസ് പോസ്റ്ററിൽ അത് വെളിപ്പെടുത്തിയിട്ടുണ്ടായിട്ടില്ല, റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ മനസ്സിലായത് എന്തുകൊണ്ടാണ്. ഓൾസോ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ കുറെ സർപ്രൈസ് എലിമെന്റ്സ് ഉണ്ട്. ക്യാമിയോ, ഇഫ് യു നോ യു നോ, ലൈക്ക് ഈ മൂവിയിലെ സോങ്. ക്യാമിയോ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും. പിന്നെന്താ ഇതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ബേസിൽ ആക്ച്വലി ഇന്റർവ്യൂവിൽ കുറെ ഇങ്ങനെ പറഞ്ഞായിരുന്നു ദാറ്റ്. അന്നേരം ഞാൻ വിചാരിച്ചു ഇയാളെന്തിനാ ഇങ്ങനെ തള്ളുന്നു. സോ
അങ്ങനല്ല, മീൻസ് നമ്മൾ സിനിമയിൽ ഇങ്ങനെ സ്വയം സിനിമേനെ പൊക്കി പൊക്കി പറയുന്നുണ്ട്, കുറെ എഫേർട്സ് ഇട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. ബട്ട് റിയലി അത് ആ സിനിമയിൽ കാണാനുണ്ട്. അയാൾ ഹി റിയലി വർക്ക് സോ 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 ഹാർഡ്. ആൻഡ് ആക്ച്വലി അത് വേർത്ത് ഇറ്റ് ആയി. കാരണം എന്താ പറയാ, അതിൽ അഭിനയിച്ച എല്ലാവരും ആൻഡ് ഈവൻ കോ ആക്ടേഴ്സ്, കോ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും അയാളുടെ ഹാർഡ് വർക്കിന് നല്ല രീതിയിൽ കൂട്ടുനിന്ന് അതിന് വേണ്ടിയിട്ടുള്ള സക്സസ് ആ സിനിമയിൽ അതുണ്ട്. ആ എഫേർട്സ് നമുക്ക് വൃത്തി കാണാൻ പറ്റും. ബേസിൽ ഇതിനു വേണ്ടി നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ട്രാൻസ്ഫോർമേഷൻ ആയാലും കാര്യമായാലും നമ്മള് പഴയ ബേസിൽ മൂവീസ് നോക്കിയാലും ഇപ്പത്തെ ആ ലുക്കിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഹി കെപ്റ്റ് ദാറ്റ് ക്യാരക്ടർ ത്രൂ ഔട്ട് ദ മൂവി. ആക്ച്വലി ഹി ലിറ്ററലി ലുക്ക് ലൈക്ക് എ കോളേജ് ബോയ്. ആ ലുക്സ് മാത്രമല്ല, ഹി കെപ്റ്റ് ദാറ്റ് ക്യാരക്ടർ. അയാളെ കണ്ടാൽ നമുക്ക് പറയാൻ പറ്റൂല, ലൈക്ക് നമുക്ക് തോന്നും ഇപ്പൊ ആ ഒരു ഏജിലെ ആള് തന്നെയാണ് ഇവിടെ അഭിനയിക്കുന്നേ നമുക്ക് ഫീൽ ആവുള്ളൂ. അല്ലാണ്ട് കോളേജെല്ലാം കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ ശേഷമുള്ള ഒരാള് വേറൊരു ജനറേഷനിലെ ആളാണ് ഇവിടെ വന്ന് അഭിനയിക്കുന്നതെന്ന് തോന്നൂല. ലിറ്ററലി ആ ക്യാരക്ടർ ആ ഫീൽ വരുന്നുണ്ട്. ലൈക്ക് അവിടെ പഠിക്കുന്ന ഒരു കുട്ടി എന്നൊരു ഫീൽ വരുന്നുണ്ട്. എഫേർട്ട് ഇട്ടിട്ട് മനസ്സിലായി, നല്ലോണം പട്ടിപ്പണി എടുത്ത് കഷ്ടപ്പെട്ടിരുന്നു. സിനിമ കണ്ടപ്പോ മനസ്സിലായി. ആ ഇന്റർവ്യൂസിൽ തള്ളിയതൊന്നും തള്ളല്ല, ആക്ച്വലി ഉണ്ടായതാണെന്ന് ഇപ്പൊ തിരിയുന്നുണ്ട്. പിന്നെ റിയ ആൻഡ് സെൽവിൻ. സെൽവിൻ്റെത് ക്യാരക്ടർ നെയിം വാസ് പരശു പ്രശാന്ത്. ഓക്കെ, അയാളത് എനിക്ക് ഇഷ്ടപ്പെട്ട്. നമ്മളെ സാം കുട്ടീന്റെ ബെസ്റ്റി ആയിട്ടാണ് പരശു വരുന്നത്. ആൻഡ് അത് പൊളിയായിരുന്നു. ഹിസ് ആക്ടിങ് ആൻഡ് ഹിസ് ക്യാരക്ടർ വാസ് ടു ഗുഡ്. റിയേൻ്റെത് എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അത്ര വർക്കായില്ല. അത് ചിലപ്പോൾ എൻ്റെ പ്രശ്നമായിരിക്കും, എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എനിക്ക് അത്ര വർക്കായിട്ടില്ല. റിയ എനിക്ക് കുറച്ച് റോള് കമ്മി പോലെ ഫീൽ ചെയ്തു. ടൊവിനോന്റെ ക്യാരക്ടറിനെ കുറിച്ച് എന്താ പറയാ, ഹി കിൽഡ് ഇറ്റ്, ഹി കിൽഡ് ഇറ്റ്. ഈ കോമഡി എലിമെന്റ്സ് എല്ലാം നമുക്ക് ബേസിൽ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മാസ് എലിമെന്റ്സ് ആക്ഷൻ എല്ലാം കിട്ടുന്നത് നമ്മളെ ടൊവിനോ സൈഡിൽ നിന്ന്. ടൊവിനോ വാസ്, ഐ മീൻ ഐ ഫെൽറ്റ് ലൈക്ക് ഇതുവരെയും ഒരു സിനിമയിലും ചെയ്യാത്ത ടൈപ്പ് ക്യാരക്ടറാണ് ടൊവിനോ ചെയ്തത്. മീൻസ് ടൊവിനോ ഇതുവരെയും ചെയ്യാത്ത ക്യാരക്ടർ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഓൾസോ എനിക്ക് കുറച്ച് നമ്മളെ തുടരും മൂവിയിലെ ജോർജ് സാറിന്റെ ഒരു സാധനം എനിക്ക് കിട്ടിയായിരുന്നു. ഐ മീൻ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു ടോവിനോയുടെ ആ ക്യാരക്ടറിൽ. നോട്ട് സംസാര ഇതൊന്നുമല്ല, ബട്ട് ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ പേഴ്സണാലിറ്റി, അങ്ങനത്തെ ഒരു എന്തോ ഒരു ആ ഒരു വൈബ് കിട്ടുന്നു. മറ്റേ ജോർജ് സാറിന്റെ അതേ വൈബ്, അതേ ആ ടെറർ, ചിരിച്ചുകൊണ്ട് കൊല്ലുന്ന ടൈപ്പ് അല്ല ആ ഒരു സംസാരെല്ലാം ലിറ്ററലി ജോർജ് സാറിനെ പോലെ ഫീൽ ചെയ്യുന്നു. നല്ല മാസായിരുന്നു. കൈയടിക്കാനും മാസ് ചിയർ ചെയ്യാനും മാത്രമേ ടൈം ഉണ്ടായിട്ട് ടോവിനോയുടെ സമയത്ത്. ബേസിലിന്റെ സമയത്തും അതെ. ലിറ്ററലി ഞാൻ നോക്കുമ്പോ എന്നാ ഞാൻ മറ്റേ വീട്ടിൽ നിന്ന് സിനിമ കാണുന്ന പോലെയാ. ഞാൻ കൂക്കി വിളിക്കലും പൊട്ടി അട്ടഹസിച്ച് ചിരിക്കലായിരുന്നു. ലൈക്ക് ഓപ്പൺ അപ്പ് ആയിട്ട്. ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡ് പേഴ്സൺ. ബട്ട് ഫസ്റ്റ് ടൈം അവർ ഞാൻ ഇത്രയും തിയേറ്ററിൽ നിന്ന് കൂക്കി വിളിച്ച് ചിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടായിരിക്കും. ഞാൻ നോക്കുമ്പോണ്ട് ഇനിയിപ്പോ എനിക്ക് മാത്രം ഇങ്ങനെയല്ലോ നോക്കുമ്പോ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും എന്നെ ഇപ്പുറത്തും അപ്പുറത്തും ഇരിക്കുന്ന എല്ലാവരും ഉണ്ട് പൊട്ടിച്ചിരിക്കുന്നത്. അത്രയ്ക്ക് ഒച്ചത്തില് കൂക്കി കൂക്കി ചിരിക്കായിരുന്നു. അത്രക്കും ചിരിക്കാറുണ്ട്, നല്ലോണം ചിരിക്കാറുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇമോഷൻസും ഉണ്ട്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. കാരണം ഞാനിപ്പം കണ്ടു, ഓബിയസ്ലി ഞാൻ സ്റ്റോറി ഇടും, അതിനിടെ കണ്ടു. അന്നേരം എന്നോട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഭയങ്കര ക്രിഞ്ചല്ലോ സിനിമ എന്ന് പറഞ്ഞിട്ട്. കുറെ പേരല്ല, ഓൺലി വൺ. ഓക്കെ, ഞാൻ പറഞ്ഞു ക്രിഞ്ചോ, നീ വേറെ പല സിനിമ കണ്ടിട്ടാന്ന് പറഞ്ഞു. ലൈക്ക് ഐ നെവർ ഫെൽറ്റ് ക്രിഞ്ച്. അത് 2.5 മണിക്കൂർ കൂടുതലുണ്ട് മൂവി. ബട്ട് 2.5 മണിക്കൂർ പോയതേ ഞാൻ അറിഞ്ഞില്ല. ആക്ച്വലി ഞാൻ അത്രയും മുഴുകിപ്പോയിനി. അപ്പൊ ലിറ്ററലി ഇങ്ങനെ നോക്കി മുഴുകിപ്പോകുന്ന, വീട്ടിലിരുന്ന് തിന്നുപോലും ചെയ്തിട്ടില്ല. ഞാൻ സ്നാക്സ് എല്ലാം പെറുക്കിയിട്ടാണ് തിയേറ്ററിൽ പോയി. തിന്നാൻ പോലും സമയമില്ല, കാരണം അത്രയും ഞാൻ മൂവിയിൽ കോൺസെൻട്രേറ്റഡ് ആയി. എനിക്ക് ഒന്നും മിസ് ഔട്ട് ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ എന്റെ കണ്ണ് മാറ്റുന്നേ ഇല്ല. അത്രക്കും ഞാൻ ശ്രദ്ധിച്ചു സിനിമയിൽ. ഇത് ആക്ച്വലി കോളേജ് ക്യാമ്പസ് സ്റ്റോറിയാണ്, റിലേറ്റഡ് ടു ഫെസ്റ്റ്. ഒരു കോളേജിൽ ഉണ്ടാവുന്ന ബിഗ്ഗസ്റ്റ് ഫെസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം കണ്ടക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റെസ്പോൺസിബിലിറ്റീസ്, പിന്നെ അത് കണ്ടക്ട് ചെയ്ത് സക്സസ് ആകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇമോഷൻ, ഹാപ്പിനെസ്, ആ സാധനങ്ങളൊക്കെയാണ് ഇതിലുള്ളത്.
മെയിൻ എലിമെന്റ് ഇത് ഫെസ്റ്റ് ആണ്. ഐ എം മേക്കിംഗ് ഷുവർ ദാറ്റ് ഞാൻ സ്പോയിലേഴ്സ് ഒന്നും പറഞ്ഞില്ല എന്ന്. ബിക്കോസ് ലിറ്ററലി ഇത് തൂക്കണം ഗൈസ്, ഇത് തൂക്കണം. എനിക്ക് അത്രക്കും ഇഷ്ടപ്പെട്ടു ഈ സിനിമ. എല്ലാം ഉണ്ട്, ഇമോഷൻ ഉണ്ട്, മാസ് ഉണ്ട്, ആക്ഷൻ കുറച്ച് കുറവാണ്, ചിരിക്ക് ഫുൾ ചിരിയോട് ചിരിക്കാനേ ഉള്ളു. ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ട് 2 കൊല്ലായി. അപ്പോ എനിക്ക് ആ പെട്ടെന്ന് എന്തോ ഒരു ടച്ച് ചെയ്ത ഫീൽ ആയിരുന്നു. ലൈക്ക് ലിറ്ററലി 2023 നമുക്കൊരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് ഒരു പകുതി മാസത്തോളം നമ്മൾ അതിനെ കഷ്ടപ്പെട്ട്, കോളേജിൽ നിന്ന് ലേറ്റ് ആയിട്ട് വീട്ടിൽ വരുന്നു, അതിനു വേണ്ടി ഡെക്കറേഷനും പട്ടിപ്പണിയും എല്ലാം ഇതായിരുന്നു. റെസ്പോൺസിബിലിറ്റീസും എല്ലാവരും എല്ലാ കാര്യവും അടക്കം ഒതുക്കത്തിലും കോളേജിന്റെ റൂൾസ് ഒന്നും തെറ്റിക്കാണ്ട് നടത്തേണ്ട ഇതും, പിന്നെ കോളേജിന്റെ ഹെഡിന്ന് മാനേജ്മെന്റിന് അപ്രൂവൽ കിട്ടേണ്ട കഷ്ടപ്പാട്, ഫണ്ട് ബഡ്ജറ്റ് എല്ലാം മാനേജ് ചെയ്യേണ്ട, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഒരു ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ. ആൻഡ് അതിലുപരി ഇത് നമ്മൾ പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ സക്സീഡഡ് ആവണം എന്ന് ഇതിലൊരു സാധനമുണ്ട്. അത് സക്സസ് ആയി കഴിയുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. കോളേജിലെ പ്രോഗ്രാംസ് ആയാലും ഫെസ്റ്റ് ആയാലും ട്രിപ്സ് ആയാലും എല്ലാം അടുത്ത സ്റ്റുഡൻസ് ആണ് കൂടുതൽ കണ്ടക്ട് ചെയ്യുന്നത്, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നടത്തുന്നതും. അതും മോർ ദാൻ അവരത് നടത്തുമ്പോൾ അത് ടീച്ചേഴ്സും മാനേജ്മെന്റും നടത്തുന്നതിനേക്കാൾ വൃത്തിക്ക് അവർക്കത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിലൂടെ നിങ്ങൾക്ക് തിരിയും ലൈക്ക് ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർ എത്രത്തോളം തലയിൽ സ്ട്രെസ്സും റെസ്പോൺസിബിലിറ്റീസും എടുത്തിട്ടാണ് നടക്കുന്നതെന്ന്. അപ്പോൾ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. എല്ലാവരും അതിരടി പോയി കാണുക. ഞാൻ പറഞ്ഞു പോയാൽ ചിലപ്പോൾ എൻ്റെ വായിന്ന് സ്പോയിലേഴ്സ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ അത്രയൊക്കെയല്ലോ പറയാൻ. നിങ്ങൾ എല്ലാവരും പോയി ഇതിരടി വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.